ഹലോ എല്ലാവർക്കും അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെ എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെൽ ബട്ടൺ അടിച്ച് പൊളിക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മളെ വിഷയം എന്താണെന്ന് വെച്ചാൽ വിശപ്പ്. ഞാനിപ്പോൾ ഇവിടെ ഒരു വീഡിയോ വെക്കേ. ആ വീഡിയോ ഞാൻ ആളെ നല്ല ഫാനാണ് കേട്ടോ. കാരണം ആ താത്താൻ്റെ നല്ല ഫാനാണെന്ന് പറഞ്ഞാൽ നല്ല ഫാന്. ആളെ വീഡിയോ എന്ന് പറഞ്ഞാൽ കിടിലം വീഡിയോ ആണ്. എല്ലാവരും ആ വീഡിയോ പോയി കാണണേ. അപ്പോൾ ആ വീഡിയോനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. വിശപ്പ്. നമ്മൾക്ക് ആർക്കെങ്കിലും വിശപ്പ് സഹിക്കാൻ പറ്റുമോ? എനിക്ക് സഹിക്കാൻ പറ്റില്ല. കാരണം എനിക്ക് വിശന്നാൽ കൈയും കാലും വേറെയും. ചില സമയത്ത് ഞാൻ 12:30 ആകുമ്പോൾ ചോറിനും, കടയിൽ നിന്ന് 12:30 ആകുമ്പോൾ ചോറിനൊരു അവസ്ഥ ഉണ്ട് എനിക്ക്. അത്രക്കും വിശന്നാൽ ഞാൻ കഴിക്കും. പക്ഷെ അത് നമുക്ക് ഉള്ളതുകൊണ്ടല്ലേ നമ്മൾ കഴിക്കണേ. ഇല്ലാത്തവരെന്ത് ചെയ്യും? അതിനെക്കുറിച്ച് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ ചോറ് ബാഗിലുള്ളതുകൊണ്ടല്ലേ വിശന്ന വേഗം പോയിട്ട് അത് എടുത്തിട്ട് കഴിക്കുന്നത്. ഇല്ലാത്തവരെ കുറിച്ചിട്ട് ആലോചിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു കാലം എനിക്കും ഉണ്ടായിരുന്നു. ഞാൻ ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് കുറേ ഓർമ്മകളും വന്നു. നമ്മൾ ഈ ഹോസ്പിറ്റലിലേക്കൊക്കെ നമ്മൾ ഇവിടെ മെഡിക്കൽ കോളേജിലേക്ക് ഞങ്ങളവിടുന്ന് ചോറ് കൊടുക്കാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ അത്. അവർ 2 പൊതി എന്ന് പറഞ്ഞാൽ ഞാൻ മിനിമം 5-6 പൊതിൻ്റെ ഒരു വീഡിയോയിൽ ഉണ്ടാവും. ഞാൻ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. 5-6 പൊതിയോളം ഞാൻ ഉണ്ടാക്കും. എനിക്കിഷ്ടമാണത്. കാരണം ഞാൻ ഇതേമാതിരി എൻ്റെ ഉമ്മാക്ക് വയ്യാണ്ടായിട്ട് കിടന്നിട്ട് എനിക്ക് അവിടുന്ന് ഒരു പൊതി ചോറ് കിട്ടിയിട്ട് അപ്പം നമുക്ക് അവസരം വരുമ്പോൾ നമ്മൾ ആരും പാഴാക്കാണ്ട് കൊടുക്കുക. കാരണം ഒരു നേരത്തെ വിശപ്പ് ഒരാളത് നമ്മൾ കാരണം അത് പറ്റിയിട്ടുണ്ടെങ്കിൽ അതാണ് നമ്മൾ മനസ്സിലെ ഏറ്റവും വലിയ സന്തോഷം. അതിലും വലുതൊന്നും ഉണ്ടാവില്ല. പറഞ്ഞാൽ മനസ്സിലായോ? അപ്പോൾ ഞാൻ ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. കാരണം അവിടുത്തെ പാത്രങ്ങളും ഇതൊക്കെ കണ്ടു നോക്കുമ്പോൾ ഉണ്ടല്ലോ എൻ്റെ പടച്ചോനെ എന്താ കാണുന്നത്. അപ്പം നമ്മളൊക്കെ ആ നില വെച്ച് നമ്മളൊക്കെ ആലോചിക്കുമ്പോൾ ഒന്നുമല്ല. ആ ഒരു വിഷയമൊക്കെ കാണുമ്പോൾ ആ അമ്മ പറയണ ഒരേ വീട്ടിൽ നടന്നിട്ട് ഞാൻ ഒരേ അന്നത്തിന് വേണ്ടിയിട്ട് ഞാൻ നടക്കും. പറഞ്ഞാൽ മനസ്സിലായി? ഒരേ വിശപ്പ് സഹിക്കാൻ പറ്റാതെ ഉറങ്ങിപ്പോയിട്ടുണ്ടെന്ന്. ഉറങ്ങും, നേരത്തോടെ ഉറങ്ങുന്നു, വിശന്നിട്ട് ഉറങ്ങും. എനിക്ക് വിശന്ന ഉറക്കം കിട്ടൂലേ, അത് വിഷയം. വിശപ്പിന് വേണ്ടിയിട്ട് എനിക്കൊരു കാലം ഉണ്ടായിരുന്നു. കാരണം എൻ്റെ ഉമ്മ സിമെൻറ്റ് പണിക്ക് പോകുമ്പോൾ, എനിക്ക് ഉപ്പല്ലാത്തത് കൊണ്ട് എൻ്റെ ഉമ്മ സിമെൻറ്റ് പണിക്ക് പോകുമ്പോൾ എൻ്റെ ഉമ്മക്ക് ഒരു പരിപ്പട കിട്ടുമ്പോണ്ടല്ലോ എൻ്റെ ഉമ്മ കൊണ്ടുവരും. ഞങ്ങൾ 3 മക്കൾക്ക് വേണ്ടിയിട്ട് എൻ്റെ ഉമ്മ കൊടുത്തു. അത് 3ആയിട്ട് 10 മണിക്ക് ചായ കൊടുക്കൂല. അപ്പോൾ ഒരു പരിപ്പട കൊടുക്കുമ്പോൾ 3ആയിട്ട് ഭാഗിച്ച് തന്നിരുന്നൊരു കാലമുണ്ട്. അപ്പോൾ വിശപ്പിനെ കുറിച്ച് പറയാമെന്ന് വെച്ചാൽ എനിക്ക് അതിൽ അഭിമാനമാണ്. കാരണം നമ്മളൊക്കെ എല്ലാവരും വിശപ്പ് സഹിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അത് നമ്മളെ വീട്ടിലുണ്ടായിട്ട് ആണ്. ഒരുവിധം കാര്യങ്ങളിലൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകും. പക്ഷെ വിശപ്പ് വന്നാൽ ചിലവർക്ക് തല ഇറങ്ങും, ചിലവർക്ക് പ്രഷർ കുറയും, അങ്ങനെയൊക്കെ. പക്ഷെ നമ്മൾ വീട്ടിൽ നമ്മൾ 5 മിനിറ്റ് എവിടേക്കെങ്കിലും പോയി വന്ന് പുറത്ത് തരാം. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് കഴിക്കും. ചിലപ്പോൾ പുറത്തുനിന്ന് കഴിക്കാത്ത ആൾക്കാരുണ്ടാവും, അവർക്ക് തല കറങ്ങലും ഇതും. പക്ഷെ പുറത്തുനിന്ന് കിട്ടാത്തവരും കാശ് കൊടുത്ത് വാങ്ങിക്കാൻ പറ്റാത്തവരും അവരെന്ത് ചെയ്യും? അതിനെക്കുറിച്ച് നമ്മൾ ആരെങ്കിലും ചിന്തിക്കണം. നമ്മൾ പല കാര്യങ്ങളും ചിന്തിക്കുമ്പോൾ വിശപ്പ് എന്നൊരു കാര്യത്തെ കുറിച്ച് നമ്മളെപ്പോഴും ചിലവരുണ്ടല്ലോ, എനിക്കുണ്ടല്ലോ ചോറ് വാക്കി വെക്കണം ഭയങ്കര ദേഷ്യമാണ്. കാരണം എൻ്റെ മക്കളോട് ഞാൻ പറഞ്ഞു, ഒരു അന്നം ഞമ്മ കളഞ്ഞാൽ നാളെ ഞമ്മ ആ അന്നത്തിന് വേണ്ടി അന്നം ഞമ്മളെ തിരഞ്ഞു വരില്ല. ഒരു അന്നം ഞമ്മ കളഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ നാളെ അത് കിട്ടാണ്ടാവും. കുട്ടികൾക്ക് എന്ന് വെച്ചാൽ അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഇന്നേ നമ്മളെ മക്കൾക്ക് ഞമ്മ അത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിലും നാളെ അവർക്കത് കളയുമ്പോൾ പഠിച്ചോനെ എനിക്കിത് കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഇങ്ങനത്തെ ഓരോ വീഡിയോസ് നമ്മൾ കാണിച്ചു കൊടുക്കണം നമ്മളെ മക്കൾക്ക്. വിശപ്പ് എന്താണെന്ന് സഹിച്ചവർക്ക് അതിൻ്റെ വില അറിയുള്ളൂ. പറഞ്ഞ മനസ്സിലായി? അപ്പം എനിക്ക് ആ വീഡിയോ കണ്ടപ്പോൾ സങ്കടമാണോ തോന്നുന്നത്, എന്താണ് തോന്നുന്നതെന്ന് അറിയില്ല. കാരണം ആ അമ്മനെ കണ്ടപ്പോൾ ഞാനിങ്ങനെ ഓരോന്ന് ആലോചിക്കണം. പഠിച്ചവനെ ഇങ്ങനെ ഉണ്ടായിരുന്നല്ലോ. ഞങ്ങൾക്കൊരു കാലം ഉണ്ടായിരുന്നു. എൻ്റെ ഉമ്മ പണിക്ക് പോകാത്ത സമയത്ത് എൻ്റെ വല്യമ്മ ഷൊർണൂർ തലശ്ശേരിയാണ്, ആറങ്കോട്ടുകാരുടെ തലശ്ശേരിയാണ്. അവിടുന്ന് എൻ്റെ വല്യമ്മ അരിഞ്ചാക്ക് ഏറ്റിൻ്റെ വല്യമ്മ വരും. എല്ലാ മാസവും ഒരു 12:30 ഒരു ബസ്സുണ്ട്. ആ ബസ്സിൽ എൻ്റെ വല്യമ്മ അരിഞ്ചാക്ക് ഏറ്റ് വരുന്ന ഓർമ്മ വരുന്ന എനിക്ക്. അപ്പോൾ വിശപ്പ് നമ്മൾക്ക് ആർക്കും സഹിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളെക്കൊണ്ട് ഒരാൾക്ക് 1 രൂപയാണ് നമ്മൾക്ക് ഇട്ടുകൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ 2 രൂപയാണ് നമ്മൾക്ക് ഇട്ടുകൊടുക്കാൻ പറ്റുന്നത്. ഒരാൾ വിശപ്പ് നമ്മൾ മാറ്റാൻ പറ്റുകയാണെങ്കിൽ അതിലും വലിയ ഒന്നുമില്ല. നമുക്ക് ഒരു നേരം ഒരാൾക്ക് ഒരു അന്നം കൊടുത്തെന്ന് വെച്ചിട്ട് നമ്മൾക്കൊന്നും സംഭവിക്കാൻ പോണില്ല. അപ്പോൾ നമ്മളെക്കൊണ്ട് എന്താണ് പറ്റുന്നത് അത് നമ്മൾ ചെയ്യാൻ നോക്കണം. നമ്മൾ ചിലപ്പോൾ ഒരു ചോറായിരിക്കും, അതിൽക്കൊരു അച്ചാറായിരിക്കും നമ്മൾക്ക് കൊടുക്കാൻ പറ്റുന്നത്, അത് കൊടുക്കുക. അത് കിട്ടിയാൽ ചിലവർക്ക് എത്രത്തോളം അതും കിട്ടാത്ത ആൾക്കാർ നമ്മളെ കേരളത്തിലുണ്ടെന്ന് ആലോചിക്കുമ്പോൾ പടച്ചോനെ നമ്മളിവിടെ തന്നെയാണോ ജീവിക്കണേ എന്നുള്ളത് നമുക്ക് അവസ്ഥ വരും. കുറേ വിഷമങ്ങളും സങ്കടങ്ങളും അതൊക്കെ മാറ്റിയിട്ട് അങ്ങനെയുള്ള നല്ല നല്ല വീഡിയോസൊക്കെ നമ്മൾ കാണുമ്പോൾ ഉണ്ടല്ലോ, ഞമ്മക്കും എനിക്ക് ആ താത്ത അതിനെക്കുറിച്ച്
ആ താത്ത അതിനെ കുറിച്ച് പറയുമ്പോണ്ടല്ലോ എൻ്റെ പടച്ചോനെ റബ്ബേ, ഞാൻ എന്തെന്നറിയില്ല. ആ താത്താനെ നല്ലൊരു ഫാനാണ്. കാരണം എനിക്ക് മാഷാ അല്ലാ ആ താത്താനെ കാണാൻ നല്ലൊരു ആഗ്രഹമുണ്ട്. കാരണം ആൾ ചെയ്യണ വീഡിയോസ് ആണെങ്കിലും എന്തായാലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താലേ ഇനിയും പാവങ്ങളെ സഹായിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്തായാലും ആരാണ് നിങ്ങളെ പരിസരത്ത് ഒരു നേരത്തിന് അന്നത്തിന് ഗതിയില്ലാത്തവരുണ്ടെങ്കിൽ നമ്മൾ സഹായിക്കാം. നമ്മളെ കൊണ്ട് എന്താണ് 10 രൂപയാണ് നമ്മളെ കൊണ്ട് കൊടുക്കാൻ പറ്റുന്നത്. ആ 10 രൂപ മതി. 1 രൂപ ആണ് നമ്മളെ കൊണ്ട് കൊടുക്കാൻ പറ്റുക. ആ 1 രൂപ 10 ദിവസം എടുത്ത് വെച്ചാൽ 10 രൂപയായി. 30 ദിവസം എടുത്ത് വെച്ചാൽ അത് 30 രൂപയായി. പറഞ്ഞാൽ മനസ്സിലായി. വിശപ്പ് എന്നത് ചിലവർക്ക് പറ്റില്ല, മൊത്തേ പറ്റില്ല. അപ്പം എല്ലാവരും അവിടെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളെ പരിസരത്ത് നമ്മൾ കാണുന്നവർ ആരെങ്കിലും നമ്മളെ ചുറ്റുപാടത്തുണ്ടെങ്കിൽ വിശപ്പ് സഹിച്ച് ഇരിക്കുന്നവരാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ സഹായിച്ചിരിക്കണം. അത്രേ നമ്മളെ കൊണ്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബെൽ ബട്ടൺ അടിച്ച് പൊട്ടിക്കാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ